ബംഗാളിൽ വീണ്ടും പോളിംഗ് നടത്തുമെന്ന് പ്രഖ്യാപിച്ച മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ 77 ഇടങ്ങളിൽ വോട്ടിംഗ് മെഷീനിൽ കൃത്രിമമുണ്ടെന്ന് കണ്ടെത്തൽ. മെയ് 2-നുള്ളിൽ റീപോളിംഗ് നടത്തുമെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. കൂടുതൽ വിവരങ്ങൾ വിഷ്ണു പ്രസാദ് നൽകും. വിഷ്ണു, ആദ്യഘട്ടത്തിലും രണ്ടാം ഘട്ടം അവസാനിച്ചപ്പോഴുമെല്ലാം വ്യാപക അക്രമങ്ങളും തൃണമൂൽ കോൺഗ്രസും BJPയും പരസ്പരം ക്രമക്കേട് ആരോപണങ്ങളും ഉന്നയിച്ചിരുന്നു. ആ പരാതികൾക്കും അക്രമ സംഭവങ്ങൾക്കും എല്ലാം ഒടുവിൽ ഇപ്പോൾ റീപോളിംഗ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ 77 ഇടങ്ങൾ ആദ്യഘട്ടത്തിൽ വോട്ട് രേഖപ്പെടുത്തിയ സ്ഥലങ്ങളും ഇതിൽ ഉൾപ്പെടുന്നുണ്ടോ? എന്താണ് കമ്മീഷൻ വ്യക്തമാക്കുന്ന കാര്യങ്ങൾ? നിലവിൽ ഒന്നാം ഘട്ടത്തിലും രണ്ടാം ഘട്ടത്തിലും പോളിംഗ് നടന്ന സ്റ്റേഷനുകളിൽ ക്രമക്കേട് ആരോപിച്ച സ്ഥലങ്ങളിലാണ് കമ്മീഷൻ പരിശോധന നടത്തിയത്. 77 ഇടങ്ങളിൽ ക്രമക്കേട് ഉണ്ട് എന്ന് കമ്മീഷൻ കണ്ടെത്തുകയും തുടർന്നാണ് ഇപ്പോൾ ഇവിടെ റീപോളിംഗ് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുള്ളത്. മെയ് 4-ന് മറ്റെല്ലാ സംസ്ഥാനങ്ങൾക്കുമൊപ്പം പൂർണ്ണമായി ബംഗാളിലും ഫലപ്രഖ്യാപനം നടത്തുമെന്നാണ് കമ്മീഷന്റെ നിലപാട്. അതുകൊണ്ട് തന്നെ മെയ് 2-ന് മുൻപായി തന്നെ ഈ ക്രമക്കേട് നടന്നിട്ടുള്ള പോളിംഗ് സ്റ്റേഷനുകളിൽ വീണ്ടും റീപോളിംഗ് നടത്താനാണ് ഇപ്പോൾ കമ്മീഷൻ നീക്കം വയ്ക്കുന്നത്. എന്തായാലും നേരത്തെ ഇന്ന് പോളിംഗ് ആരംഭിച്ച ആദ്യഘട്ടത്തിൽ തന്നെ BJPയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ ക്രമക്കേടുണ്ട്, തങ്ങളുടെ പോളിംഗ് മെഷീനിൽ തങ്ങളുടെ ചിഹ്നത്തിന് മുകളിൽ ടേപ്പ് ഒട്ടിച്ച് മറച്ചിട്ടുണ്ട് തുടങ്ങിയ നിരവധി ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ഈ ആരോപണങ്ങളെല്ലാം പരാതികളായി സ്വീകരിച്ച് പരിശോധിച്ചതിന് ശേഷമാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തരമൊരു നിലപാടിലേക്ക് എത്തിയിരിക്കുന്നത്. ശരി, പശ്ചിമബംഗാളിൽ ക്രമക്കേട് ആരോപണം ഉയർന്ന 77 ബൂത്തുകളിൽ വീണ്ടും പോളിംഗ് നടത്താനുള്ള തീരുമാനമായിരിക്കുകയാണ്. വിഷ്ണു പ്രസാദാണ് വിവരങ്ങൾ പങ്കുവച്ചത്.